ഏവരെയും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഗൂഗിൾ ക്ലാസ്സിൽ മേക്കിംഗ് എ മാംഗോ ട്രീ എന്ന ചാപ്റ്ററിലെ ആദ്യ ഭാഗം എടുത്തു കഴിഞ്ഞിരുന്നു. അതിലെ രണ്ടാം ഭാഗത്തിന്റെ ക്ലാസ് ആണ് ഇന്നിവിടെ നടത്തപ്പെടുക. അതിനു മുമ്പ് നിങ്ങൾ ഇന്നലെ വിക്ടേഴ്സ് ചാനലിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണും. അതില് അധ്യാപകൻ നിങ്ങൾക്ക് നൽകിയ അസൈൻമെന്റുകൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞിരുന്നു. ഏകദേശം എല്ലാവരും തന്നെ ആ അസൈൻമെന്റ് ചെയ്തു കഴിഞ്ഞവരാണ്. എങ്കിലും ഇനിയും നോട്ട്സുകൾ പൂർത്തിയാക്കാൻ ഒത്തിരി കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസുകൾ കൃത്യമായിട്ട് കാണാത്തവരും, അവരൊക്കെ കൃത്യമായി ക്ലാസ് കാണുകയും ശനിയാഴ്ച 10 മണിക്ക് മുമ്പ് കൃത്യമായി നോട്ട്സ് അയക്കുകയും വേണം. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മളിവിടെ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ പകുതി കുട്ടികൾ മാത്രമേ പല ക്ലാസ്സുകളിലും എത്തുന്നുള്ളൂ എന്ന് ഒട്ടുമിക്ക അധ്യാപകരും പരാതി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും ഫോൺ കൊടുക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാനോ കഴിയാത്തതെങ്കിൽ തന്നെയും നമ്മളുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൃത്യമായി ഗൂഗിൾ ക്ലാസ്സുകളിലും അതുപോലെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പറയുക. നമുക്ക് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ മേക്കിംഗ് എ മാംഗോ ട്രീ എന്ന് പറയുന്ന നമ്മളുടെ റീഡിംഗ് പോർഷനിലെ രണ്ടാം ഭാഗം 28ാമത്തെ പേജിൽ ആരംഭിക്കുന്ന രണ്ടാം ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ക്ലാസ് ആരംഭിക്കുക. നമ്മൾ ഇവിടെ 2 ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പു ആൻഡ് ദുർഗ, ഹരിഹർ. ഹരിഹറിന്റെ 2 മക്കളാണ് അപ്പുവും ദുർഗയും. ഇതിന്റെ കഥ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഗൂഗിൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എങ്കിലും നമ്മളുടെ ആ സംഭവത്തിന്റെ ഒരു ചുരുക്കം നമുക്കറിയാം. എന്താണ്? ദേ ആർ മേക്കിംഗ് മാംഗോ പിക്കിൾ. ദുർഗ got some tender mangoes near his house. There is a pond near his house. Near the pond, a big mango tree is there. When the wind blows, tender mangoes are fall down. നമുക്കറിയാം, കാറ്റ് വീശുമ്പോഴും അതുപോലെ എന്താണ് സൂര്യന്റെ ചൂട് ഏൽക്കുമ്പോഴും ഒക്കെ ചെറിയ മാങ്ങകൾ വീഴാറുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ദുർഗയ്ക്ക് എന്ത് കിട്ടി? ലോട്ട് ഓഫ് ലിറ്റിൽ മാംഗോസ് ഓർ ടെൻഡർ മാംഗോസ്. നമ്മുടെ ഈ ക്ലാസ്സിൽ നമുക്ക് പിക്കിൾ അവരുണ്ടാക്കിയതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. നമ്മുടെ അവസാനം പറഞ്ഞ വരികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ദീദി, ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദി റെസ്റ്റ് യുവർ സെൽഫ്? ദീദി, ആർ യു ഈറ്റ് ഓൾ ഓഫ് ദം? നീ ഇത് മുഴുവൻ കഴിക്കുവാൻ പോവുകയാണോ? നീ ഇത് മുഴുവൻ കഴിക്കുവാൻ പോവുകയാണോ? എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം എന്താണ്? ദർ ഇസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ these two children. What is the contract? If you take some oil and salt from the kitchen, I will give you a share of mango pickle. That is the contract. അപ്പോ ആ കോൺട്രാക്ട് എന്ത് പറ്റി? നമ്മളുടെ അപ്പു നോക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ ദുർഗ എന്ത് ചെയ്യുന്നു? ഷീ ഈസ് സ്റ്റാർട്ടിങ് ടു ഈറ്റ്. അല്ലെ, ആ മാങ്ങാ പിക്കിള് ഉണ്ടാക്കിയതിനു ശേഷം അവൾ എന്ത് ചെയ്തു? കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മുടെ അപ്പു ചോദിക്കുക, ദീദി, ആർ യു ഗോയിങ് ടു ഈറ്റ്
ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്. നീ ഇതെല്ലാം കൂടി കഴിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ ദുർഗ ആ മാംഗോ പിക്കിൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം എന്തോ ഒരു കുറവ് ഉണ്ടല്ലോ എന്ന് കണ്ട് അവള് വീണ്ടും അപ്പുവിനോട് പറയുകയാണ്, ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി? എന്താണ്, നമുക്കൊരു നൈസ് ചില്ലി, ഒരു മുളക് കഷ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ, ഇത് കുറച്ചുകൂടെ നന്നായേനെ എന്ന് ആര് പറയാണ്? നമ്മുടെ ദുർഗ പറയാണ്. അപ്പോൾ അവൾ അതിനോട് കൂട്ടിച്ചേർത്ത് പറയുകയാണ്, എന്താണ്, ഇഫ് യു ടേക്ക് എ സ്മോൾ ചില്ലി ഐ വിൽ ഗിവ് യു an extra slice if you do like that. നീ അതുപോലെ ചെയ്താൽ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ, I will give you an extra slice. What is extra? Extra means എന്താണ്? അധികമായി. ഇപ്പൊ ഒന്നും കൊടുത്തിട്ടില്ല അവന്, എങ്കിലും പറയാണ്, നിനക്ക് ഞാൻ തരുന്നതിനോട് കൂടി കുറച്ചും കൂടി തരും. എന്ത് ചെയ്താലാണ്? ഒരു മുളക് കഷ്ണം കൂടി അല്ലെങ്കിൽ ഇച്ചിരി മുളക് കൂടി നീ കൊണ്ടുവന്ന് തന്നാൽ നിനക്ക് ഞാൻ ഒരു എക്സ്ട്രാ സ്ലൈസ് കൂടി തരാം എന്നാണ് ആര് പറഞ്ഞത്? ദുർഗ അപ്പുവിനോട് പറഞ്ഞത്. ഈ കോൺവെർസേഷൻ നിങ്ങൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾ ഈ കോൺവെർസേഷൻ ഒന്ന് തയ്യാറാക്കി എടുക്കണം. നമുക്കറിയാം ഇവിടെ അവർ തമ്മിൽ നടത്തുന്ന കുറെ സംഭാഷണങ്ങളുണ്ട്. ആ കോൺവെർസേഷനിൽ എന്ത് ചെയ്യുക, പല ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഒരു കോൺവെർസേഷൻ രീതിയിൽ, ഒരു സംഭാഷണത്തിന്റെ രൂപത്തിലാക്കി നിങ്ങൾ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. ഇവിടെ വരുന്ന ഒരു ആക്ടിവിറ്റി അതാണ്. നമുക്കത് തയ്യാറാക്കണം ഉടനെ. നമുക്കത് തയ്യാറാക്കുന്നതിന് മുമ്പ് അതിന്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ് അവിടെ ബാക്കി ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്? ബട്ട് ഹൗ ഷാൽ ഐ ഗെറ്റ് ടു ദ ചില്ലി? അപ്പോൾ സംശയം എന്താണ്? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ചില്ലി? എനിക്ക് അങ്ങനെ അത് എടുക്കാൻ പറ്റും. കാരണം എന്താണ്? ദീദി, ദേ ആർ റൈറ്റ് അപ്പ് ദ ഷെൽഫ്. ദേ ആർ റൈറ്റ് അപ്പ് ഓൺ ദ ഷെൽഫ്. ആ ഷെൽഫിന്റെ റൈറ്റ് അപ്പിലാണ്. വാട്ട് ഇസ് റൈറ്റ് അപ്പ്? നേരെ മുകൾ, ഷെൽഫിന്റെ നേർ മുകളിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ചില്ലിയുടെ ചില്ലി പൗഡറിന്റെ അല്ലെങ്കിൽ ചില്ലിയുടെ ആ ക്യാൻ ഇരിക്കുന്നത് അവിടെയാണ്. അവിടെ എനിക്ക് എന്ത് ചെയ്യില്ല? ഐ കോണ്ട് ഈവൻ റീച്ച് ഇറ്റ്. ഐ കോണ്ട് ഈവൻ റീച്ച് ഇറ്റ്. റീച്ച് മീൻസ് എന്താണ്? എത്തിച്ചേരുക. അവിടം വരെ എന്റെ കൈ എത്തില്ല. ഐ ആം വെരി സ്മോൾ, യു നോ ദാറ്റ്. നിനക്കറിയില്ല, ഞാൻ വളരെ കുഞ്ഞല്ലേ. ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. എനിക്കത് കിട്ടില്ല. കാരണം എന്താണ്? ഐ ആം സോ ഷോർട്ട്. ഞാൻ വളരെ കുഞ്ഞല്ലേ. അതുകൊണ്ട് എനിക്കത് എടുക്കാനുള്ള ഉയരമില്ല എന്നവളോട് ആര് പറഞ്ഞു? അപ്പു പറയാം. അപ്പോൾ വീണ്ടും അവൾ എന്ത് ചെയ്യുക? ദുർഗ അപ്പുവിനോട് പറയാണ്, ശ്രദ്ധിക്കുക, ഡോണ്ട് ബോദർ. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണം. ഡോണ്ട് ബോദർ, ഐ വിൽ. എന്താണ് പറയാൻ? കുറച്ചുകൂടെ ഓഫർ കൊടുക്കുകയാണ് നമ്മുടെ ഇവിടെ ദീദി. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്താണ്? ചില കാര്യങ്ങൾ, ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പിന് അല്ലെങ്കിൽ കൂടെയുള്ള ചേച്ചിക്കോ അനുജനോ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഓഫറുകൾ സാധാരണ അവിടുന്ന് കിട്ടാറുണ്ട്, അല്ലെ? അവർക്ക് ഇഷ്ടമുള്ളത് കിട്ടാനായിട്ട്, നമ്മുടെ കയ്യിലുള്ളത് അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? നമ്മൾക്ക് കുഴപ്പമില്ലാത്ത ചില ഓഫറുകൾ എന്ത് ചെയ്യാറുണ്ട്? അവര് നടത്താറുണ്ട്. അതുപോലെ ഇവിടെ എന്താ പറയുന്നത്? ഇവരെ കുറച്ചുകൂടി സന്തോഷിപ്പിക്കാനായിട്ട് നമ്മുടെ ആര് പറയാണ്? നമ്മുടെ ദുർഗ പറയാണ്, ഡോണ്ട് ബോദർ. നീ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. അത് ഉയരത്തിലാണെന്നോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കുന്നത്. എന്താണ്? ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. ഇന്ന് കുറച്ച് കഴിയുമ്പോൾ, ലേറ്റർ ഇൻ ദ ഡേ, ഇന്ന് കുറച്ച് കഴിയുമ്പോൾ ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോ. എനിക്ക് കുറെ മാങ്ങ കിട്ടും. എവിടുന്നാ കിട്ടുന്നത്? യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്. നീ ആ
കുളത്തിന്റെ അടുത്തുള്ള മാവിനെ കുറിച്ച് നിനക്കറിയാമോ? ആ മാവിൽ എന്തുണ്ട്? ദാറ്റ്സ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബഡിങ് മാംഗോസ്. അവിടെ എന്തുണ്ട്? ലോട്ട്സ് ആൻഡ് ലോട്ട്സ്. ലോട്ട് മീൻസ് എന്താണ്? ധാരാളം. ലോട്ട്സ് ആൻഡ് ലോട്ട്സ്, കുറെ അധികം എന്തുണ്ട്? ബഡിങ് മാംഗോസ്, കുഞ്ഞു മാങ്ങകൾ അവിടെ ഉണ്ട്. ദാറ്റ് വിൽ ഫോൾ ഓഫ് ഇൻ ദ ആഫ്റ്റർനൂൺ സൺ. വാട്ട് ഈസ് ആഫ്റ്റർനൂൺ സൺ? ഉച്ച വെയില്. ഈ ഉച്ച കഴിഞ്ഞുള്ള ചൂടിൽ, ഉച്ചയ്ക്കുള്ള ചൂട് നമുക്കറിയാം അല്ലെ? ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോ നല്ല വെയിലാണ്. ഉച്ച കഴിഞ്ഞുള്ള ചില സമയങ്ങളിലെ ചൂട് അധികമാണ് അതിനേക്കാൾ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ഈ മാങ്ങകൾ എന്ത് ചെയ്യും? ഫോൾ ഡൗൺ, പൊടിഞ്ഞു വീഴും. അതെന്ത് ചെയ്യും? ഐ വിൽ കളക്ട്. ഞാൻ അത് പോയി കളക്ട് ചെയ്യും. അതും നിനക്ക് എന്ത് തരാം? ഐ വിൽ ഗിവ് യു ലേറ്റർ. ഞാൻ നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തരും. വീണ്ടും പറയാണ്. അപ്പോഴെന്താണ്? ഇങ്ങനെ ഇവരുടെ കോൺവെർസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരവിടെ മറ്റൊരാള് വന്നത് അറിഞ്ഞില്ല. ആരാണ് അവിടേക്ക് വന്നത്? The back door opened with sharp clang and Zerbogia was heard calling out, Durga, oh Durga. That time they are talking together. അവർ സംസാരിക്കുന്നതിനിടയിൽ they are എന്താണ്? ഡിബേറ്റിംഗ് ടുഗദർ. അവരെന്താണ്? നോട്ട് ടോക്കിംഗ്, they are ഡിബേറ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവര് കൂടുതൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവര് തർക്കത്തിനിടയിൽ എന്താണ് കേട്ടത്? there is a sound. what sound? the opening of the door. ഡോർ തുറക്കുന്നതിന്റെ ഒരു ഒച്ച അവിടെ കേട്ടു. ക്ലാങ് സൗണ്ട്. എന്താണ്? Zerbogia was heard calling out, Durga or Durga. ദുർഗ ദുർഗ എന്ന് വിളിച്ചുകൊണ്ട് ആര് വരുന്നു? നമ്മുടെ അമ്മ അവിടേക്ക് എത്തുന്നു. ഉടനെ പറയാണ്, ദാറ്റ്സ് മാ കോളിംഗ്. അമ്മ വിളിക്കുന്നു. Quick, go and set what's up, finish it up over there. എന്താണ്? വേഗം പോയിട്ട് ഗോ ആൻഡ് സീ. എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കുറച്ച് ദൂരേക്ക് പോയിട്ട് എന്ത് ചെയ്യാം? വാട്സ്ആപ്പ് ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദർ. നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാം. നോ വെയിറ്റ്, യു ഹാവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സോൾട്ട് ഓൾ ഓവർ യുവർ മൗത്ത്. എന്താ പറയുന്നത്? നിന്റെ മുഖം മുഴുവൻ ഓൾ ഓവർ ദ മൗത്ത് ഗ്രെയിൻസ് ഓഫ് സോൾട്ട്. ഉപ്പിന്റെ തരികൾ. ഗ്രെയിൻസ് എന്താണ്? തരികളാണ്. ഗ്രെയിൻസ് ഓഫ് സോൾട്ട് എന്താണ്? ഉപ്പ് തരികൾ എന്ത് ചെയ്യുന്നു? ഓൾ ഓവർ യുവർ മൗത്ത്. നിന്റെ ചുണ്ടിന് ചുറ്റും അല്ലെങ്കിൽ വായ്ക്ക് ചുറ്റും എന്താണ്? ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വിപ് ദം എവേ ഫസ്റ്റ്. നീ എന്ത് ചെയ്യണം? ഫസ്റ്റ് യു വിപ് ദം. നീ അത് ആദ്യം എന്ത് ചെയ്യണം? വിപ്പ് എന്താണ്? തുടയ്ക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ദുർഗ heard her mother call out yet again. അവള് അമ്മയുടെ വിളി again വീണ്ടും കേട്ടെങ്കിലും അവൾ എന്ത് ചെയ്ത്? but there was no way she could reply, for her mouth was quite full. എന്താണ് അവിടെ? അവൾക്ക് വീണ്ടും യെസ് മാം എന്ന് പറയാൻ, അല്ലെങ്കിൽ ഐ ആം ഹിയർ മദർ എന്ന് പറയാനായിട്ട് കഴിഞ്ഞില്ല. എന്താണ് കാരണം? ഹെർ മൗത്ത് ഫുൾ ഓഫ് പിക്കിൾസ് ഓർ സ്ലൈസ് ഓഫ് മാംഗോസ്. അവൾ വായിൽ നിറച്ചെന്താണ്? ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ നിറച്ചു വെച്ചത് കൊണ്ട് അവൾക്ക് ഒരക്ഷരം പറയുവാനായിട്ട് കഴിഞ്ഞില്ല. നോ വെയിറ്റ്, യു ഹാവ് ഗോട്ട് grains of salt all over your mouth. With them away first. Durga heard her mother call out yet again. വീണ്ടും ആ അമ്മയുടെ വിളി കേട്ടെങ്കിലും but there was no way she could reply, for her mouth was quite full. അവളുടെ
വായ നിറയെ എന്തായിരുന്നു? അവളുടെ വായ നിറയെ ആ സ്ലൈസ് ഓഫ് മാംഗോ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡോണ്ട് റിപ്ലൈ, അവൾക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഷീ ബിഗാൻ, അവൾ എന്ത് തുടങ്ങി? അവള് തുടങ്ങി. എന്താണ് തുടങ്ങിയത്? ഫ്യൂറിയസ്ലി. ഫ്യൂറിയസ്ലി എന്ന വാക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. ധൃതിയിൽ, വേഗത്തിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. എന്താണ്? ഡിവോറിംഗ്. ഡിവോറിംഗ് മീൻസ് എന്താണ്? ഇവിടെ വിഴുങ്ങുകയല്ല, വെട്ടി വിഴുങ്ങിക്കൊണ്ട്. നമ്മൾ വെട്ടി വിഴുങ്ങുക എന്ന് പറയാറുണ്ട്. അതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഡാണ് ഡിവോറിംഗ്. ഡിവോറിംഗ് ദ സ്ലൈസ് ഓഫ് പിക്കിൾഡ് മാംഗോ. അച്ചാറാക്കി മാറ്റിയ ആ മാങ്ങയുടെ കഷ്ണങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? അവൾ വെട്ടി വിഴുങ്ങി. When she found that she still had many left. ഇതാണ് അവൾ അപ്പോൾ കണ്ടു. എന്താണ്? കുറെ എണ്ണമൊക്കെ എന്ത് ചെയ്തു? ഈ ധൃതിക്കിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മിച്ചം വന്നിട്ടുണ്ട്, താഴെ വീണിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുക. എന്നിട്ട് എന്താണെന്ന് നോക്കിയ അടുത്ത ഭാഗം. ഷീ ഹൈഡ് ബിഹൈൻഡ് ദ ട്രങ്ക് ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. അവൾ എന്നിട്ട് വീണ്ടും ഓടി. എവിടെയാണ്? അവൾ എപ്പോഴും പോയി ഒളിക്കാറുള്ള ഒരു സ്ഥലമുണ്ട് വീടിനടുത്ത്. ഒരു വണ്ണമുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്. ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ട്രങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ചുവട് ഭാഗം. മരത്തിന്റെ ട്രങ്ക് എന്ന് പറയുന്നത് അതിന്റെ ചുവട് മുതൽ അതിന്റെ ശിഖരം തുടങ്ങുന്നത് വരെയുള്ള ആ ഇടഭാഗമാണ് എന്ത് പറയാ? മരത്തിന്റെ തായ്തടിയായിട്ടുള്ള ഭാഗം. ആ ഭാഗത്തെയാണ് ട്രങ്ക് എന്ന് പറയുക. ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ട്രങ്കിന്റെ പുറകിൽ എന്ത് ചെയ്തു? അവൾ നമ്മൾ ട്രങ്ക് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? നമ്മൾ കഴുത്ത് ഭാഗം എന്ന് പറയാം. അപ്പൊ പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ പുറകിൽ എന്ത് ചെയ്തു? നമ്മുടെ ദുർഗ ഹൈഡ്, ഒളിച്ചു. എന്നിട്ട് എന്താ സംഭവിക്കുക നോക്കി. ഷീ ഹൈഡ് ബിഹൈൻഡ് ദ ട്രങ്ക് ഓഫ് ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് സ്റ്റാർട്ടഡ് ടു ഗോബിൾഡ് അപ്പ് ദ റസ്റ്റ്. അവൾ എന്ത് ചെയ്തു? മിച്ചമുള്ള റസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മളൊരു വാക്ക് പഠിക്കാൻ റസ്റ്റ് എന്താണ്? വിശ്രമിക്കുക എന്നുണ്ട്. ഇവിടെ എന്താ അർത്ഥം? ഇവിടെ റസ്റ്റ് മിച്ചമുള്ളത് അവൾ എന്ത് ചെയ്തു? ഗോബിൾഡ് അപ്പ്, അവൾ അങ്ങോട്ട് വിഴുങ്ങി. അപ്പു stood beside her frantically swallowed his share. അപ്പു എന്ത് ചെയ്തു? അപ്പു stood behind, സ്റ്റാൻഡിന്റെ രണ്ടാം രൂപമാണ് stood. അപ്പുവും അവളുടെ അടുത്തുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവനും എന്ത് ചെയ്തു? അവനും വളരെ പെട്ടെന്ന് ഫ്രാങ്ക്ലിക്കലി മീൻസ് ഫാസ്റ്റ്ലി, വളരെ വേഗത്തിൽ എന്ത് ചെയ്തു? സോളോവിങ് ഹിസ് ഷെയർ. അവനും എന്ത് ചെയ്തു? അവന്റെ ഷെയറുകൾ വേഗത്തിൽ വിഴുങ്ങി. For there was no time to chew. ഒന്ന് ചവയ്ക്കാൻ പോലും, എന്താണ് ച്യൂ മീൻസ് ചവയ്ക്കുക, ഒന്ന് ചവയ്ക്കാൻ പോലും എന്ത് ചെയ്യില്ല? ഡിഡിൻ ഗെറ്റ് ടൈം, അവൾക്ക് സമയം ലഭിച്ചില്ല. ആസ് ഹി ate, അവനങ്ങനെ കഴിച്ചപ്പോൾ, അല്ലെ? ഈറ്റ് കഴിക്കുക, തിന്നുക എന്നൊക്കെ അർത്ഥം. എന്താണ്? എയ്റ്റ് കഴിച്ചു, അങ്ങനെ കഴിച്ചപ്പോൾ ഹി സ്മൈൽഡ് എ ഗിൽറ്റി സ്മൈൽ അറ്റ് സിസ്റ്റർ. എന്താ പറഞ്ഞത്? അവൻ അങ്ങനെ കഴിച്ചുകൊണ്ട് തന്റെ സിസ്റ്ററിനെ, തന്റെ സഹോദരിയെ നോക്കി എ ഗിൽറ്റി സ്മൈൽ, ഒരു കള്ളച്ചിരി, അല്ലെങ്കിൽ എന്താണ് ഇവിടെ കള്ളച്ചിരി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കുറ്റബോധത്തോടെ. ഗിൽറ്റി എന്ന വാക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ് ഗിൽറ്റി? കുറ്റബോധമുള്ള, കുറ്റബോധത്തോടെ എന്താണ്? അവൾ തന്റെ സഹോദരിയുടെ മുഖത്ത് നോക്കി ചിരിച്ചു. യു ലിറ്റിൽ മങ്കി. ആ ചിരി കണ്ടപ്പോൾ നമ്മുടെ ദുർഗ അവനെ വിളിക്കുകയാണ്, സ്നേഹത്തോടെ വിളിക്കുകയാണ്. എന്താണ്? യു ലിറ്റിൽ മങ്കി. She said to her brother, why don't you whip your face clean? നീ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല? Why don't you clean your face? നീ എന്തുകൊണ്ട് ഇപ്പോഴും നിന്റെ മുഖം ഇപ്പോഴും ക്ലീൻ അല്ലല്ലോ? There is some grains of salt is resting your, എന്താണ്? നിന്റെ മുഖത്തൊക്കെ എന്ത് അവശേഷിക്കുന്നുണ്ട്? കുറെ ഉപ്പിന്റെ പൊടികൾ, ഉപ്പിന്റെ തരികളൊക്കെ അവശേഷിക്കുന്നുണ്ടല്ലോ. ആദ്യം ക്ലീൻ യുവർ ഫേസ്, ഇതാണ് ബെറ്റർ. നീ നന്നായിട്ട് എന്ത് ചെയ്യുക? നിന്റെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. എന്താണ്? അവർ രണ്ടുപേരും എവിടെയാണ് ഇപ്പോൾ? അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. Then putting on most of innocent expression,
എന്നിട്ട് എന്ത് ചെയ്തു? അവരവിടെ നിന്ന് എന്ത് ചെയ്തു? അവർ വേറൊരു മുഖം മൂടി എടുത്തണിഞ്ഞു. അവർ ചെയ്ത കള്ളത്തരത്തിന് മുകളിലേക്ക് എന്ത് ചെയ്തു? അവരൊരു മുഖം മൂടി അണിയുകയാണ്. എന്ത് മുഖം മൂടിയാണ് അവർ അണിയുന്നത്? an innocent face. അവരൊരു നിഷ്കളങ്കതയുടെ മുഖം മൂടി അണിഞ്ഞ് ഇത് എക്സ്പ്രഷൻ എന്താണ്? എക്സ്പ്രഷൻ എന്ന വാക്കിനർത്ഥം എന്താണ്? അതെന്താണ്? നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യുക? അവതരിപ്പിക്കുക, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക, അവരെ കാണിക്കുക. ഷോ ഷീ എന്റർ ദ ഹൗസ്. അവൾ ആദ്യം എന്ത് ചെയ്തു? അമ്മയുടെ മുമ്പിലേക്ക് ചെന്നു. വാട്ട് ഇസ് ഇറ്റ് മാ? ഷീ ആസ്ക്ഡ്. അപ്പോൾ എന്താണ്? ഇതെന്താണ് അമ്മേ? വാട്ട് ഇസ് ഇറ്റ് മാ? ഷീ ആസ്ക്ഡ്. അവള് അമ്മയോട് ചുമ്മാ ചോദിക്കുകയാണ്, ഇതൊക്കെ എന്താണ് അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെറുതെ അവള് വളരെ ഇന്നസെന്റ്ലി വളരെ നിഷ്കളങ്കമായിട്ട് അവൾ അമ്മയുടെ മുമ്പിലേക്ക് ചെന്നു. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ആൻഡ് വേർ ഹാഡ് യു ഗോൺ എ വാണ്ടറിങ്? ആൻഡ് വേർ ഹാഡ് യു ഗോൺ എ വാണ്ടറിങ്? നീ എന്താണ് ഇങ്ങനെ വാണ്ടറിങ്? എവിടെയാണ് നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്ന് ചോദിച്ചു. മേ ഐ നോ? എനിക്കറിയാം. ആസ്ക് സർബോജിയ. സർബോജിയ പറഞ്ഞു എന്താണ്? നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാര്യമൊക്കെ ഐ നോ, എനിക്ക് അറിയാം. ആൻഡ് വേർ ഇസ് ദാറ്റ് മങ്കി ഗോൺ? നിന്റെ ആ ആങ്ങളയുണ്ടല്ലോ, നിന്റെ ആ മങ്കി, നിന്റെ ആ കുട്ടിക്കുരങ്ങൻ എന്തേ, എവിടെ പോയി എന്ന് ഈ സഹോദരിയോട് ചോദിച്ചു. കാരണം എന്താണ്? സഹോദരിയെ രാവിലെ ഏൽപ്പിച്ചിട്ടാണ് അവരെവിടെ പോയത്? അവര് ദൂരെയുള്ള പുഴയിൽ എന്ത് ചെയ്യാൻ പോയത്? തുണികൾ കഴുകുവാനായിട്ട് പോയത്. നൗ ഹോൾഡ് ഓൺ. ബിഫോർ ദാറ്റ് ഐ ആം ഹംഗ്രി മാ. ഉടനെ ആര് പറയാണ്? അവിടെ വിശപ്പൊന്നുമില്ല. കാരണം എന്താണ്? അവരെന്താണ് ആവശ്യത്തിന് മാങ്ങാ സ്ലൈസുകളൊക്കെ കഴിച്ചിട്ടുണ്ട്, അവരുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിലും അമ്മയോട് പറയുകയാണ്, അമ്മേ ഐ ആം ഹംഗ്രി. എനിക്ക് നല്ല വിശപ്പുണ്ട്. നൗസ്ഡ് അപ്പു. എന്താണ് ഇതും പറഞ്ഞുകൊണ്ട് അവനകത്തോട്ട് കയറണമല്ലോ. അതൊക്കെ പറയാണ്. അപ്പു ഓടി വന്ന് പറയാണ്, മാ ഐ ആം വെരി ഹംഗ്രി. ഞാൻ വല്ലാതെ വിശപ്പിലാണ് എന്നവൻ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അപ്പിയർ സഡൻലി, പെട്ടെന്ന് അവിടേക്ക് വന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നൗ ഹോൾഡ് ഓൺ. അമ്മ പറയുകയാണ്, നൗ ഹോൾഡ് ഓൺ, ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. ടേക്ക് എ ബ്രീത്ത് എന്താണ്? ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. ഒരു ശ്വാസം എടുക്കാൻ നീ എന്നെ അനുവദിക്കൂ. ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. ബ്രീത്ത് എന്താണ്? ശ്വാസോച്ഛ്വാസം അല്ലെ? ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. ഒന്ന് ശ്വസിക്കാൻ നീ എന്നെ, ഒന്ന് ശ്വാസം എടുക്കുവാൻ നീ എന്നെ ഒന്ന് അനുവദിക്കുക എന്ന്, ഒരു അല്പം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് മകനോട് അവര് പറഞ്ഞിട്ട് പറയുകയാണ്, ഓ ദുർഗ, ഗോ ആൻഡ് ചെക്ക് ഓൺ ദ കാഫ്. നീ ആ പശുക്കുട്ടി അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. കാരണം എന്താണ്? വിൽ യു, നിനക്ക് പറ്റുമോ? ഇറ്റ്സ് ബീൻ ലോവിങ് അവേ. ഇറ്റ്സ് ബീൻ ലോവിങ് അവേ. ദാറ്റ്സ് ലോവിങ് മീൻസ് വാണ്ടറിങ് തന്നെ. വാണ്ടറിങ്ങിന്റെ അതേ അർത്ഥം തന്നെയാണ് ലോവിങ്ങിന്. ലോവിങ്, ആ പശുക്കുട്ടി എന്തായിരിക്കും? അവിടെ ഇവിടെയൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടാവും എന്ന് പറഞ്ഞു. A little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for children. ആ കുട്ടികൾക്ക് വേണ്ടി എന്തെന്നു നമ്മളുടെ അപ്പു പറഞ്ഞു, എന്താണ്? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്റെ അമ്മയ്ക്ക് എന്താണ്? അവന്റെ അമ്മയ്ക്ക് വല്ലാണ്ട് സങ്കടമായി. തന്റെ മോന് വിശക്കുന്നു. നമ്മുടെ വീടുകളിലൊക്കെ എന്താണ്? അമ്മയെ വിശക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ എടുത്ത് തരുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. എല്ലാ കുട്ടികൾക്കും അത് അറിയാവുന്നതാണ് അല്ലെ? അമ്മ വിശന്നാലും എന്താണ്? മക്കൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ മനസ്സ് തകർന്നു പോകും. ഒന്നുമില്ലെങ്കിൽ കൂടി എന്തെങ്കിലും അവിടെ ഉള്ളത് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളത് എടുത്തു കൊടുക്കുക നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് അമ്മയുടെ മനസ്സെന്ന് പറയുന്നത്. കള്ളത്തരം ചെയ്തുവെങ്കിലും അതൊക്കെ ക്ഷമിച്ചതിന് ശേഷം എന്താണ്? അമ്മ ഒത്തിരി ജോലി ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. കാരണം എന്താണ്? അവിടെ ദൂരെ പോയി, അവിടെ വെള്ളമില്ലാത്ത പ്രദേശമാണ്. ആ വെള്ളമില്ലെന്ന് കാണിക്കുന്ന ചില വരികൾ നമ്മളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണ്? നമ്മളുടെ വിൻ വെപ്റ്റ് അല്ലെ? വിൻ വെപ്റ്റ് ഹെയർ അല്ലെ? നമ്മളെ ഉണങ്ങി വരണ്ട തലമുടി എന്നൊക്കെ നമ്മള് ദുർഗയെ കുറിച്ച് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അവിടെയൊക്കെ വെള്ളം കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? ദൂരെ പുഴയിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദിവസവും പോയി
വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് കഴുകി മാത്രമല്ല അവിടെ ഇട്ട് ഉണക്കിയതിന് ശേഷമാണ് അതുമായിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ അപ്പു ചെറിയ കുട്ടിയാണ്, അവന് വല്ലാണ്ട് വിശപ്പുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ എടുത്ത് അമ്മ എന്തുണ്ടാക്കി, ഒരു വിശപ്പിന് പറ്റുന്ന ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുത്തു. അതെന്തായിരുന്നു, ഷീ കട്ട് കുക്കുംബർ. അല്ലെ, പെട്ടെന്ന് വിശപ്പടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പൊ കുക്കുംബർ അവിടെയൊക്കെ ധാരാളമായി ലഭിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, സെർബോജിയ ടേക്ക് സം കുക്കുംബർ ആൻഡ് കട്ട് ഇറ്റ്സ് സ്മോൾ പീസസ്. അവൾ എന്ത് ചെയ്തു, കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് മുറിച്ചു. ഇതും കണ്ടുകൊണ്ട് അരികിലിരുന്ന അപ്പു പറയാണ്, എ ലിറ്റിൽ ലേറ്റർ വെൻ ഷീ സാറ്റ് ഡൗൺ ഇൻ ദ വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് കിച്ചൺ ടു കട്ട് അപ്പ് എ കുക്കുംബർ ഫോർ ചിൽഡ്രൻ. കുക്കുംബർ മുറിക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് വേണ്ടി കുക്കുംബർ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അപ്പു പറയുകയാണ്, അപ്പു എന്താ ചെയ്തത്, അപ്പു ഫ്ലോപ്ഡ് ഡൗൺ നെക്സ്റ്റ് ടു ഹെർ. വാട്ട് ഈസ് ഫ്ലോപ്ഡ്? ഫ്ലോപ്ഡ് എന്ന് വെച്ചാൽ മുട്ടിൽമേൽ ഇരിക്കുക, മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുക, അതിനെയാണ് എന്താ പറയാ, ഫ്ലോപ്ഡ് ഡൗൺ നെക്സ്റ്റ് ടു ഹെർ. അമ്മയുടെ തൊട്ടരികിലായിട്ട് ആരിയ്ക്കുകയാണ്, നമ്മുടെ അപ്പു ഇരിക്കുകയാണ്. എന്നിട്ട് നമുക്കറിയാം, നമ്മുടെ കൊച്ചുകുട്ടികൾ അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്, അല്ലെ, ആ ആഹാരം കഴിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ അപ്പു. വിശപ്പൊന്നുമില്ല എങ്കിലും അവിടെ എന്താണ്, ദേ ആർ ആക്ടിങ്, അവർ ആക്ട് ചെയ്യുകയാണ്. മാ ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ്. അങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്താണ്, സെർബോജിയ കുക്കുംബറൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന അപ്പു പറയുകയാണ്, മാ ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ്. ടേക്ക് എടുക്കുക, എവിടുന്ന് എടുക്കുക, ആ വൈറ്റ് സ്റ്റഫ്, ഈ കുക്കുംബറിന്റെ നടുക്കുള്ള ഒരു ജെൽ ആൻഡ് സീഡ്, ജെല്ലും സീഡും കൂടെ ഉള്ള ഒരു ഭാഗമുണ്ട്. അവിടുന്ന് എന്താണ്, കുറച്ച് കൂടുതൽ എന്ത് ചെയ്യുക, എടുത്ത് മാറ്റണം. എന്തിനാണ്, എന്താ കുഴപ്പം, ഇറ്റ് സ്റ്റിക്ക് ഇൻ മൈ മൗത്ത്, അതെന്റെ പല്ലിലൊട്ടും. അത് ഞാൻ കഴിക്കുമ്പോൾ പലപ്പോഴും എന്താണ്, ഇതിനു മുമ്പ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്ക് ഇൻ മൈ മൗത്ത്, എന്റെ പല്ലിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്, എന്റെ വായിൽ അത് ഒട്ടിപ്പിടിക്കാറുണ്ട്. ഹി സെഡ്. ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാം ടു ഗെറ്റ് ഹെർ ഷെയർ ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റന്റ്ലി. ഹെസിറ്റന്റ്ലി ഇറ്റ്സ് എ ന്യൂ വേർഡ്. എന്താണ് ഹെസിറ്റന്റ്ലി, എന്താണ്, അല്പം മടിയോടെ. അവൾ എന്ത് ചെയ്തു, ഷീ സ്പ്രെഡ് ഔട്ട് ഹെർ പാം. പാം എന്താണ്, ആ ഉള്ളംകൈ, അവളുടെ ഉള്ളംകൈ അവൾ എന്ത് ചെയ്തു, സ്പ്രെഡ്, വിരിച്ചു, തുറന്നിട്ട് അമ്മയോട് എന്ത് ചെയ്യാണ്, ഷീ വോണ്ട് ഹെർ ഷെയർ, അവളുടെ ഷെയർ, അവളുടെ പങ്ക് ആവശ്യപ്പെട്ടു. Isn't there any more of the rice fry, ma? എന്താണ്, ഇനി വേറെ എന്തെങ്കിലും കഴിക്കുവാനുണ്ടോ എന്ന് കൂടി എന്ത് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു. അരി വറുത്തത്, അല്ലെ, അരി വറുത്തത് വല്ലതും ഇതിനോടൊപ്പം ഉണ്ടോ എന്നൊക്കെ അമ്മയോട് ചോദിച്ചു. അപ്പോൾ ഇത് കേട്ട അപ്പു അറിയാതെ പറയും, ഓ ഇറ്റ്സ് ഇംപോസിബിൾ, ഓ ഇറ്റ് ഈസ് ഇംപോസിബിൾ, ഇനി എനിക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല, അതെനിക്ക് പറ്റത്തില്ല. ഇംപോസിബിൾ, പോസിബിൾ മീൻസ് സാധ്യം, ഇംപോസിബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അസാധ്യം, അതെനിക്ക് അസാധ്യമാണ്. ഓൾ ദീസ് ടേർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്. ഈ ടേർട്ട് മാംഗോ, ഈ പുളിയുള്ള മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്, എന്റെ മോണയിലും പല്ലിലുമൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, ഈ ടേർട്ട് മാംഗോസ്, ഈ മാങ്ങാ കഷ്ണങ്ങൾ, ഈ പുളിയുള്ള മാങ്ങാ കഷ്ണങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, സെറ്റ്, അതൊക്കെ ഒട്ടിപ്പിടിച്ചല്ലെങ്കിൽ എന്താണ്, കയറിയിരിക്കുന്നു, ഇടയ്ക്ക് കയറിയിരിക്കുന്നു എന്നാര് പറഞ്ഞു, ബിഗാൻ അപ്പു. അപ്പു ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി, എന്താണ്, ട്രാപ്പിലായി. ദാറ്റ് ഇസ് എ ട്രാപ്പ്. നമുക്കറിയാം എന്താണ്, ചില അവസരങ്ങൾ നമ്മൾ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ പറഞ്ഞ് സത്യത്തിലേക്ക് വരാറുണ്ട്, അല്ലെ. അതുപോലെ അറിയാതെ അപ്പു പറഞ്ഞു പോയി, എന്താണ്, കഴിച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ട്രാപ്ഡ് ബിറ്റ്വീൻ ദ ടീത്ത്,
അല്ലെ പല്ലുകൾക്കിടയിലായി കുടുങ്ങിയിരിപ്പുണ്ട്, അതിന് പുളിക്കുന്നു, പുളിയാണ് അല്ലെ, പല്ല് മുഴുവൻ പുളിക്കുന്നു നന്നായിട്ട്, അതുകൊണ്ട് എനിക്കത് മറ്റൊന്നും ഇനി കഴിക്കാൻ കഴിയില്ല എന്ന് അപ്പു പറയാൻ തുടങ്ങുമ്പോൾ, അവിടെ എന്ന വാക്ക് എന്താണ്, ബിഗാൻ, അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് സഡൻലി ഹി സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി, അവൻ നിർത്തി. എങ്ങനെയാണ് നിർത്തിയത്, പെട്ടെന്ന്, അബ്രപ്റ്റ്ലി, അവനത് പെട്ടെന്ന് ഉള്ളിൽ ഒതുക്കി. അവൻ ആ പുറത്തേക്ക് വന്ന അക്ഷരങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പറയുകയാണ്. വെൻ ഹി സോ ദുർഗ, എന്താണ് കാരണം, അപ്പോൾ ദുർഗ എന്ത് ചെയ്തു, വെൻ ഹി സോ ദുർഗ ഫ്രോണിങ് ആൻഡ് വിങ്കിങ് അറ്റ് ഹിം, അവനെ നോക്കിയിട്ട് ഫ്രോവിങ്, ഫ്രോവിങ് എന്ന വാക്കിന്റെ എന്താണ്, ഫ്രോവിങ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, കണ്ണുരുട്ടുക, നമ്മൾ എഴുതി കഴിഞ്ഞ വാക്കാണ്. ആൻഡ് വിങ്കിങ് അറ്റ് ഹിം, ചില ഗോഷ്ഠികൾ കാണിച്ചു, അവനെ നോക്കി കണ്ണുരുട്ടി ചില ഗോഷ്ഠികൾ കാണിച്ചു. അപ്പോൾ അപ്പു വല്ലാണ്ട് പേടിച്ചു. ഇത് കേട്ട സെർബോജിയ ചോദിക്കുകയാണ്, വേർ ഡിഡ് യു ഗെറ്റ് മാംഗോ ഫ്രം, വേർ ഡിഡ് യു ഗെറ്റ് മാംഗോ ഫ്രം, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ മാങ്ങ, ആസ്ക് ഹിസ് മദർ, അവനോട് അമ്മ ചോദിച്ചു. അപ്പു മറുപടി എന്താ പറയുന്നത്, അടുത്ത വരികൾ നോക്കാം നമുക്ക്. അപ്പു വാസ് അഫ്രൈഡ് ബിക്കോസ് ദേ ആർ ഇൻ ഫയർ ആൻഡ്, അല്ലെ നമ്മളെന്ത് പറയില്ലേ, നമ്മളെന്താണ്, തീക്കും ചെകുത്താനും ഇടയിൽ എന്ന് പറഞ്ഞ പോലെ എന്താണ്, അമ്മ അറിഞ്ഞാൽ അടി കിട്ടും. എന്താണ്, ചേച്ചി ഇത് പറഞ്ഞാൽ ചേച്ചിയുടെ കയ്യിൽ നിന്നും കിട്ടും. അതുകൊണ്ട് അപ്പു വല്ലാണ്ട് അപ്പു വാസ് അഫ്രൈഡ് ടു ടെൽ ദ ട്രൂത്ത്, ടു ടെൽ ദ ട്രൂത്ത്. വാട്ട് ഈസ് ടെൽ, ടെൽ എന്താണ്, പറയുക. ആ സത്യം പറയാൻ അവൻ എന്ത് ചെയ്തു, അഫ്രൈഡ്, ഭയപ്പെട്ടു. അഫ്രൈഡ് എന്ന വാക്ക് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചൊരു വാക്കാണ്. അഫ്രൈഡ് എന്താണ്, ഭയപ്പെട്ടു. ഹി ലുക്ക്ഡ് ക്വസ്റ്റ്യനിങ്ലി അറ്റ് ഹിസ് സിസ്റ്റർ. The word questioningly. What is question? Question means എന്താണ്, ചോദ്യം. Questioningly, ചോദ്യഭാവത്തിൽ. At his sister, ആ സഹോദരിയുടെ നേരെ നോക്കിയിട്ട് wondering what to reply. എന്താണ്, അവൻ എന്ത് പറയണമെന്നറിയാതെ അതിശയിച്ച് നിൽക്കുകയാണ്. എന്താണ് പറയേണ്ടത്, വാട്ട് ടു റിപ്ലൈ, വാട്ട് ടു റിപ്ലൈ, എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ, സെർബോജിയ ടേൺ ടു ഹെർ ഡോട്ടർ ആൻഡ് ഡിമാൻഡഡ്. സെർബോജിയ മകളോട് പെട്ടെന്ന് പറയാണ്, സോ യു ഡിഡ് ഗോൺ ഔട്ട് അഗൈൻ. എന്താണ്, നീ ഇന്നും എന്താണ്, നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ എന്താണ്, പുറത്തു പോകുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഇത് നമ്മുടെ ദുർഗ ചെയ്ത പണിയാണെന്ന് ആർക്ക് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി. സോ ഷീ സ്കോൾഡ് ഹെർ ഡോട്ടർ, തന്റെ മകളായ ദുർഗയെ എന്ത് ചെയ്തു, അമ്മ വഴക്കു പറഞ്ഞു. നീ ഇപ്പോഴും പുറത്തു പോകുന്നു, അപ്പൂനെ ഒറ്റക്കാക്കിയിട്ട് നീ ഇപ്പോഴും പുറത്തൊക്കെ പോകുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞു. ഇനി എന്താണെന്ന് നോക്കിയേ, ലാസ്റ്റ് പേജ് 30-ാമത്തെ പേജിൽ എന്താ പറയുന്നതെന്ന് കൂടെ നോക്കി. കഥയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ആ വായിക്കുന്ന ഓരോ വരിയിലും നിങ്ങളുടെ കൈകൾ ചെല്ലണം. പ്രധാനപ്പെട്ട വാക്കുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അതോടൊപ്പം തന്നെ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ദുർഗ പെയിൽഡ്, വേർഡ് പെയിൽഡ്. എന്താണ് വാട്ട് ഇസ് പെയിൽഡ്? വിളറുക. നമ്മൾ ആ വാക്ക് എഴുതിയിട്ടുണ്ട്. ദുർഗ പെയിൽഡ്, ദുർഗ വിളറി. ആസ്ക് ഹിം, ഐ വാസ് ജസ്റ്റ് ദെയർ. എന്നിട്ട് അവൾ പെട്ടെന്ന് അവളുടെ രീതികൾ മാറ്റിയിട്ട് പറയുകയാണ്, അമ്മേ ആസ്ക് ഹിം, അവനോട് ചോദിച്ചേ, ഐ വാസ് ജസ്റ്റ് ദെയർ ബൈ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ. ഞാൻ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടുത്തുണ്ടായിരുന്നല്ലോ എന്ന് അവനോടൊന്ന് ചോദിച്ചേ. അവൻ പറയുമല്ലോ, ഞാൻ അവിടെ ആയിരുന്നല്ലോ. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾഡ്. എപ്പോഴാണ്? ആസ് യു കോൾഡ്, അമ്മ വിളിക്കുമ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ. ഇവനോട് ചോദിച്ചേ, അവൻ പറയുമല്ലോ എന്ന് അവനെ നോക്കിയിട്ട്, അപ്പുവിനെ നോക്കിയിട്ട് നമ്മുടെ ദുർഗ പറയുകയാണ്. ഫോർച്ചുനേറ്റ്ലി, വാട്ട് ഇസ് ഫോർച്ചുനേറ്റ്ലി?
there is another word, unfortunately. Fortunately യുടെ ഓപ്പോസിറ്റ് വേർഡ് ആണ് unfortunately. Fortunately മീൻസ് എന്താണ്? ഭാഗ്യവശാൽ, ഭാഗ്യത്തിന്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലിയുടെ അർത്ഥം എന്തായിരിക്കും? നിർഭാഗ്യം. Fortunately the conversation was cut short. ഭാഗ്യത്തിന് എന്താണ്? ദ കോൺവെർസേഷൻ. നമ്മൾ എഴുതാറുണ്ട് എന്താണ്? സംഭാഷണം. അവിടെ നടന്ന അമ്മയും മക്കളും തമ്മിലുള്ള സംഭാഷണം അവിടെ എന്ത് ചെയ്തു? പെട്ടെന്ന് കട്ട് ഷോർട്ട് നിന്നു. കാരണം എന്താണ്? ബൈ ദ എൻട്രി ഓഫ് ദ മിൽക്ക് വുമൺ ഷെർണോയുടെ വരവോടുകൂടി എന്ത് ചെയ്തു? നമ്മുടെ സംഭാഷണം പെട്ടെന്ന് നിന്നു. എന്ത് സംഭാഷണം? അത് മിക്കവാറും എന്താണ്? അതൊരു വലിയ വഴക്കിലേക്ക് അല്ലെങ്കിൽ ഒരു അടിയിലേക്ക് എത്തുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാഗ്യത്തിന് ആര് വന്നത്? മിൽക്ക് വുമൺ, പാൽ കറക്കാൻ വരുന്ന സ്ത്രീ അവിടേക്ക് വന്നത്. ഷി ഹാഡ് കം ടു മിൽക്ക് ദെയർ കൗ. എന്തിനാണ് അവള് വന്നത്? അവള് വന്നത് അവിടുത്തെ പശുവിനെ കറക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ സർബോജിയ മകളോട് പറയുകയാണ്, ഗോ ക്യാച്ച് എ കഫ്. നീ പോയിട്ട് എന്ത് ചെയ്യാ? ആ പശുക്കുട്ടിയെ പിടിച്ചോണ്ട് വരണം. എന്തിനാണ്? നമുക്കറിയാം എന്താണ്? പശുക്കുട്ടിയെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് വലിയ പശുക്കളെ പാൽ കറക്കുന്നത്. അതുകൊണ്ട് നീ വേഗം എന്ത് ചെയ്യാൻ? ആ പശുക്കുട്ടിയെ വേഗം കണ്ടുപിടിച്ചോണ്ട്. സെറ്റ് സർബോജിയ ടു ഹെർ ഡോട്ടർ. തന്റെ മകളോട് ആര് പറഞ്ഞു? സർബോജിയ പറഞ്ഞു. ലാസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് നോക്കാം. അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ. എന്താണ്? അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? പയ്യെ അപ്പുവും അവളോടൊപ്പം എന്ത് ചെയ്തു? പുറകെ പോയി. അപ്പു ഫോളോഡ്. അപ്പു എന്ത് ചെയ്തു? ഫോളോ, പിന്തുടർന്നു. ആരെയാണ്? ഹിസ് സിസ്റ്റർ, അവന്റെ സഹോദരിയെ. എവിടേക്കാണ്? ഔട്ട് ടു വാച്ച് ദ കൗ ബീയിങ് മിൽക്ക്ഡ്. എന്തിനാണ്? പാൽ കറക്കുന്ന സ്ഥലത്തേക്ക്, പാൽ കറക്കുന്നത് കാണാനായിട്ട് അവൻ അവളോടൊപ്പം പോയി. As soon as he stopped into the outer courtyard. അങ്ങനെ ദുർഗയും അപ്പുവും ആ വരാന്ത കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ കാഴ്ചയ്ക്കപ്പുറമായപ്പോൾ എന്ത് ചെയ്തു? ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. അവൾ ഓടി വന്നിട്ട് എന്ത് ചെയ്തു? അവൾ ഒരു സ്മാർട്ട് ബ്ലോ, ഒരു നല്ല അടി വെച്ച് കൊടുത്തു. ആർക്കിട്ടാണ്? ഈ അപ്പുവിനിട്ട് ദുർഗ പുറകിൽ ഒരു അടി വെച്ച് കൊടുത്തിട്ട് പറയുകയാണ്. എന്താണ് പറയാ? യു വിച്ച് മങ്കി. എടാ വിഡ്ഢിക്കുരങ്ങ, എടാ വിഡ്ഢിക്കുരങ്ങ, നീ എല്ലാം പൊളിച്ചില്ലേ അല്ലേ? എല്ലാം നീ നമ്മളെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് എല്ലാം പൊളിഞ്ഞില്ലേ? എല്ലാം നീ പൊളിച്ചു കളഞ്ഞില്ലേ എന്നൊക്കെ അവനോട് പറയുകയാണ്. എന്നിട്ട് അവസാനം എന്താണ് ആ കഥയുടെ? ഷീ മെയ്ഡ് ഫേസ് അറ്റ് ഹിം ആൻഡ് മിമിക്ഡ് ഹിം. എന്താണ് അവൾ ചെയ്തത്? അവൾ പഴയതുപോലെ അവനെ നോക്കി എന്ത് ചെയ്തു? ഗോഷ്ടി കാണിച്ചു. മിമിക്ഡ് ഹിം. മിമിക്രി എന്താണ്? മിമിക്രി എന്താണ്? നമ്മള് മറ്റുള്ളവരെ അനുകരിക്കുക അല്ലെ? മറ്റുള്ള ഗോഷ്ടി കാണിക്കുക എന്നും പിന്നെന്താ അനുകരിക്കുക എന്നൊക്കെ അർത്ഥം മിമിക്രി എന്നാണ്. ഓൾ ദീസ് tart mangoes have set my teeth on edge. അവളോട് പറയാ എന്താണ്? ദുർഗയോട് പറയാൻ എല്ലാ പുളിയുള്ള കഷ്ണം മാങ്ങകൾ മുഴുവൻ എന്താണ്? ഓൾ മൈ tart mangoes have set my teeth on edge. എന്റെ പല്ലിനിടയിലൊക്കെ കുടുങ്ങിപ്പോയി. അതുകൊണ്ടല്ലേ ഞാനത് പറഞ്ഞത്, അറിയാതെ പറഞ്ഞു പോയതാണ്, നീ ക്ഷമിക്ക്, സോറി എന്നൊക്കെ ആരോട് പറയുന്നു? നമ്മുടെ ദുർഗയോട് പറയുന്നു. ഡംബോ, നോ ബ്രെയിൻ അറ്റ് ഓൾ അല്ലെ? ഡമോ എന്താണ്? അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. എന്താണ്? എന്താണ്? നോ ബ്രെയിൻ അറ്റ് ആൾ. നിനക്ക് എന്താണ്? ഒരു ബുദ്ധിയും ഇല്ലാത്തവനെ എന്നൊക്കെ ആര് പറയുകയാണ്? ദുർഗ തന്റെ സഹോദരനെ സ്നേഹത്തോടെ കളിയാക്കിയിട്ട് ആ കഥ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ആ കഥയുടെ ബാക്കി ഭാഗം, ഇത് ആ സിനിമയിലെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠന വിഷയമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് റീഡിംഗ് പോർഷൻ ആണ്. നമുക്ക് വായനയിലൂടെ ഇംഗ്ലീഷ് കൂടുതൽ മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ റീഡിംഗ് ആസ്വദിക്കുവാനും, നമ്മൾ ആ വായനയുടെ സുഖം ആസ്വദിക്കുവാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഭാഗം നമുക്ക് തന്നിരിക്കുന്നത്.
ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് 2 ടൈംസ് ഈ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. എവിടുത്തെ ലെറ്റസ് റീവിസിറ്റ് ദ സ്റ്റോറി എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് സിമിലാരിറ്റീസ് ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ അപ്പു ആൻഡ് ദുർഗ? പുസ്തകത്തിലെ കഥയുടെ ആദ്യ ഭാഗം വാട്ട് സിമിലാരിറ്റീസ്. സിമിലാരിറ്റീസ് എന്താണ്? സാമ്യത. ഡിസിമിലാരിറ്റി വ്യത്യസ്തത അല്ലെ. ഡിസിമിലാരിറ്റി എന്ന് വെച്ചാൽ അപ്പുവും ദുർഗയും തമ്മിൽ ചില കാര്യങ്ങൾക്ക് സാമ്യതയുണ്ടെന്ന് നമ്മുടെ കഥയുടെ ആദ്യ പാരഗ്രാഫുകളിലൊക്കെ പറയുന്നുണ്ട്. അത് വായിച്ചിട്ട് അതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ സെന്റൻസ് വിച്ച് ടെൽസ് ദാറ്റ് ദുർഗ ഈസ് പ്രിറ്റി അല്ലെ. ദുർഗ സുന്ദരിയാണ് എന്ന്. പ്രിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സൗന്ദര്യമുള്ളവർ, ബ്യൂട്ടിഫുൾ എന്നർത്ഥം. സുന്ദരിയാണെന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തുക. മൂന്നാമത്തെ ചോദ്യം എന്താണ്? യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്. വൈ ഡസ് അപ്പു സേ സോ? യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട് എന്ന് കൊടുക്കുന്നത്. നമ്മള് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ്, നീ ആ ഡോറിന്റെ പുറകിൽ എന്ത് ചെയ്യുക, കീപ് എ ലുക്ക് ഔട്ട്, ഒന്ന് പുറത്തേക്കൊന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. എന്തിനാണ്? ദാറ്റ് ടൈം ഐ ടേക്ക് ദ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് ഓയിൽ അല്ലെ. കുറച്ചുപ്പും എണ്ണയും ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നീ എന്ത് ചെയ്യണം, ദുർഗ എന്ത് ചെയ്യണം, നീ അവിടെ എന്ത് ചെയ്യണം, നീ അവിടെ പുറത്തേക്ക് ശ്രദ്ധിച്ച് ആ ഡോറിന്റെ പുറകിൽ നിൽക്കണം. വൈ ഡസ് അപ്പു സേ സോ? എന്തുകൊണ്ടാണ് അപ്പു അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ഉത്തരം അറിയാവുന്ന കാര്യമാണ്. അതിലെ ആ കഥാഭാഗം ഒന്ന് വായിച്ച് അതിന്റെ ഉത്തരം പുസ്തകത്തിൽ തന്നെ കണ്ടെത്തി വെക്കുക. ഈ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മള് നമ്മുടെ ഈ ക്ലാസ്സിൽ എടുക്കുക. നിങ്ങള് ഭംഗിയായിട്ട് വായിക്കണം. എത്ര പ്രാവശ്യം വായിക്കുന്നു അത്രയും നല്ലതാണ് നമുക്ക് ഇംഗ്ലീഷ് വായന. അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കുക. പേരൻസിന്റെ സഹായത്തോടെ വായിക്കുക. എന്തെങ്കിലും വാക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഒന്നുകൂടെ കണ്ടതിന് ശേഷം എന്തെങ്കിലും വാക്കിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുക. നന്നായിട്ട് വായിക്കണം, ഭംഗിയായിട്ട് വായിക്കണം, സ്പീഡായിട്ട് വായിക്കണം. അപ്പൊ ഞാൻ ഇനി അടുത്ത ദിവസങ്ങളിലെ ഗൂഗിൾ ക്ലാസ്സുകളില് മിക്കവാറും നിങ്ങളെ ഓരോരുത്തരെയും കൊണ്ട് കുറച്ച് വായിപ്പിക്കാൻ കൂടെ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ ആ സമയത്ത് ഞാൻ പറയുന്ന കുട്ടികൾ പുസ്തകം എടുത്ത് ഞാൻ പറയുന്ന ഭാഗങ്ങൾ വായിക്കണം. അത് നിങ്ങളുടെ പാരന്റ്സും കേൾക്കണം, അതോടൊപ്പം തന്നെ ഞാനും കേൾക്കണം. ഒരേ സമയം നിങ്ങളുടെ പാരന്റ്സ്, ഞാൻ, അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളും കേൾക്കണം. അതുകൊണ്ട് ഈ സ്റ്റോറി എത്ര പ്രാവശ്യം വായിക്കാമോ അത്രയും തവണ വായിച്ച് നല്ല ഭംഗിയായിട്ട് വായിച്ച് എനിക്ക് കേൾക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും നന്നായിരിക്കണം, നന്നായിട്ട് പഠിക്കണം, നല്ല പ്രാർത്ഥന വേണം, നല്ല രീതിയിൽ നിങ്ങൾ എഴുതണം, വൃത്തിയായിട്ട് എഴുതണം, എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അയക്കണം. അത് നമ്മുടെ ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും ഒരുപോലെ പഠിക്കണം. നന്നായിട്ട് അത് എഴുതിയാൽ മാത്രം പോരാ, ക്ലാസ് കണ്ടാലും എഴുതിയാലും മാത്രം പോരാ, അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ മാത്സ് ഒക്കെ നിങ്ങൾ എഴുതി പഠിക്കണം. അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വായിച്ച് പഠിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. എല്ലാവർക്കും പ്രത്യേക അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻസ് ആൻഡ് പാരന്റ്സ്.